അല്ല ചോദിക്കാം, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നു? അല്ല പറഞ്ഞു, അല്ലടാ, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാനാണ്. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയൊന്നുമല്ല, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 5 നേരം നിസ്കാരമാണ് ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ താക്കീത്. പക്ഷെ നമുക്ക് നിസ്കരിക്കാൻ മടിയാ. ഇന്നത്തെ ദിവസം 5 നേരം ജമാഅത്തായി നിസ്കരിച്ച ആണുങ്ങൾ കൈവക്കാൻ പറഞ്ഞ എത്ര പേര് പൊക്കും? എനിക്ക് നാണം കെടാൻ വയ്യ, പൊക്കണ്ട. ഞാൻ നാണം കെടുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് 5 നേരം നിസ്കരിച്ച എത്ര പേരുണ്ട്, എത്ര സഹോദരിമാരുണ്ടെന്ന് കളയാക്കാതെ നിസ്കരിച്ചത്. അല്ലാഹു അഅലം. നിസ്കരിക്കാനൊന്നും പറയല്ലേ ഉസ്താദ്, അത് ഇഷ്ടമല്ല. പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂന്ന്. അത് ഏത് മസലയാ? അടുക്കളയിൽ ജോലി ചെയ്ത് കരിയായി കഴിഞ്ഞാൽ പിന്നെ കുളിക്കണം. ളുഹറും അസറും കൂടെ ജോയിന്റ് ചെയ്താ എല്ലാരും നിസ്കരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരം വല്ലാത്തതാ. അള്ളാഹു ചെയ്തതെന്ന് അനുഗ്രഹം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക സലാത്ത സുബ്ഹി, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബ്ഹി നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിൽ നിന്ന് പിന്നെ അവനെ അള്ളാഹു നോക്കൂല എന്ന് നബിയുന റസൂലുള്ളാഹി. സുബ്ഹി നിസ്കരിക്കാത്തവനെ അള്ളാഹ് അഴിച്ചു വിട്ടിരിക്കുക, അവൻ എന്ത് വന്നാലും വിട്ടേക്ക്, നോക്കൂല. പക്ഷെ സുബ്ഹി നിസ്കരിച്ച അന്നത്തെ ദിവസം നിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരം നിർബന്ധമാണ്. അള്ളാഹുവേ, അത് നിസ്കരിക്കാത്ത മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയുമോ? ഒറ്റ ഹദീസ് പറഞ്ഞു തരാ. അള്ളാന്റെ റസൂല് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ കളയാക്കിയാൽ ഇന്നത്തെ മഗ്രിബ് നമസ്കാരം, എന്റെ പ്രിയമുള്ളവരെ, ഇല്ലെങ്കിൽ ഇശാ നമസ്കാരം, ഇന്ന് വഅദ് കഴിഞ്ഞ് വിടന്ന് പിരിഞ്ഞുപോയി ഇശാ നമസ്കരിക്കാതെ കിടന്നുറങ്ങുകയാ. നാളെ രാവിലെ സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ച് എഴുന്നേറ്റു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോ മനസ്സിൽ തോന്നുന്നു, അല്ലാ, ഇന്നലെ ഇശാ നിസ്കരിച്ചില്ലല്ലോ, ഒന്ന് ഖളാ വീട്ടിയിട്ട് നിസ്കരിക്കാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഇന്നത്തെ ഇശാ നീ ഖളാ വീട്ടി നിസ്കരിച്ചു എങ്കിൽ ഈ ഖളാ വീട്ടിയ മനുഷ്യനുണ്ടല്ലോ 2,28 ദശലക്ഷം വർഷം നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരം നിസ്സാരമായ കാര്യമല്ല. അത് വല്ലാതെ ഒരു ഓർമ്മപ്പെടുത്തലാണ് റസൂലുള്ളാഹി നടത്തിയത്. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ കഴിഞ്ഞല്ലോ. ജീലാനി ദിനത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ചിട്ട് വീടിനകത്ത് കിടക്കുമ്പോ, രോഗം പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്ത് കിടക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് കടന്നു പോയത് എങ്ങനെയെന്നറിയുവോ? 2 സഹാബികളുടെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട്, അലിയാര് തങ്ങളുടെയും മറ്റൊരു സഹാബിയുടെ, എന്റെ പ്രിയമുള്ളവരെ, തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് കാലിങ്ങനെ ഇടച്ചുകൊണ്ട് പള്ളിയിൽ പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഇതുപോലെ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്ത പ്രവാചകനുണ്ടല്ലോ, അവസാനം രോഗം പിടിച്ചിട്ട് റബീഉൽ അവ്വൽ 12-ാം തീയതി സുബ്ഹി നമസ്കാരത്തിന്റെ സമയത്ത് അല്ലാഹുവേ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബിലാൽ തങ്ങൾ സുബ്ഹി ബാങ്ക് വിളിച്ചു. എല്ലാരും നിസ്കരിക്കാൻ കേറി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാ. എല്ലാവരും അബൂബക്കർ തങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, കവാടത്തിലിട്ടിരിക്കുന്ന കർട്ടനൊന്നു മാറ്റി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ജനലിന്റെ ഭാഗത്തുള്ള കർട്ടൻ ഇങ്ങനെ മാറ്റിക്കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ എല്ലാ സഹാബികളും നിസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഓരോ സഹാബിയുടെയും നിസ്കാരം നോക്കുകയാണ്. അവസാനം തഹിയ്യാത്തിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കർട്ടൻ പിടിച്ചു മാറ്റിയിടാൻ.
കട്ടം പിടിച്ചു മാറ്റിയിടാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലിന് പെട്ടെന്ന് രോഗം കൂടുകയാ. റബീഉൽ അവ്വൽ 12 പ്രവാചകന് പെട്ടെന്ന് രോഗം പിന്നെയും കൂടി. വീടിനകത്താണെങ്കിൽ മഹദി ആയിഷ, മഹദി ഫാത്തിമ, അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി, പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി. റസൂലുള്ള രോഗം പിടിച്ചിട്ട് പനി കൂടിയിട്ട് റസൂലുള്ള തളർന്നു കിടക്കുകയാ. ബോധം പോലും നഷ്ടപ്പെട്ട രീതിയിൽ കിടക്കുകയാ. മോളും ഭാര്യയും അടുത്തിരുന്ന് കരയുകയാണ്. സമാധാനിപ്പിക്കാൻ ആരുമില്ല. രണ്ടുപേരും വീടിനകത്ത് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുവോ, വാതിലൊന്ന് തുറക്കുവോ. കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല. അള്ളാന്റെ റസൂല് സുഖമില്ലാതെ കിടക്കുകയാ. നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും കേൾക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വാതിലൊന്ന് തുറക്കുവോ, വാതിലൊന്ന് തുറക്കുവോ. രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാ. ഫാത്തിമ ബീബി പിന്നെയും വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പ രോഗിയാട്, സുഖമില്ല, പോയിട്ട് പിന്നെ വരുവോ. എന്റെ പ്രിയമുള്ളവരെ, കുറെ സമയം കഴിഞ്ഞ് മൂന്നാമതും റസൂലുള്ളാഹിയുടെ വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിൽ ചെന്നിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സലാം പറഞ്ഞ മനുഷ്യനെ നോക്കിയിട്ട് ഫാത്തിമ പറയുന്നു, വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ. ആ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങള് കണ്ടിട്ടില്ല വാപ്പാ. അള്ളാന്റെ റസൂല് പറയുന്നു, വാതില് തുറക്ക് ഫാത്തിമ, വാതില് തുറക്ക് ഫാത്തിമ. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വാതില് തുറക്കുകയാണ്. ആരാ കടന്നു വന്നതെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. അള്ളാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, വാതില് തുറക്ക് ഫാത്തിമ, അത് അസ്റായീലാണ് ഫാത്തിമ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള്, റസൂലുള്ളാഹിയുടെ റൂഹ് പിടിക്കാൻ കടന്നു വന്ന അസ്റായീലിന്റെ രൂപം കണ്ടിട്ട് അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പോലും കരഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ചിന്തിക്കു പെങ്ങളെ, ചിന്തിക്കു പെങ്ങളെ, നിന്റെ മരണസമയം എങ്ങനെയായിരിക്കും മോളെ? അല്ലാഹുവേ, വീടിനകത്തേക്ക് അസ്റായീൽ കടന്നു വരികയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, അസ്റായീലേ, എന്റെ രോഗസന്ദർശനം നടത്താ വന്നതാടോ, എന്നെ കാണാ വന്നതാടോ? യാ റസൂലല്ലാഹ്, അങ്ങയെ രോഗസന്ദർശനം നടത്താൻ അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാ വന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്റായീലേ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായീൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, ഒന്നാം ആകാശത്തിൽ നിന്ന് കരയുന്നത് കണ്ട് നബിയേ വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് അസ്റായീൽ വിളിച്ചു കൊണ്ടുവന്ന് ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീൽ, നീ എന്റെ കൂട്ടുകാരനായിരുന്നല്ലോ, എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്തേ ജിബ്രീൽ ഈ
അവസാനം ഞാൻ യാത്ര പറയുന്ന സമയത്ത് എന്നെ യാത്രയാക്കാൻ മടിക്കുന്നത് എന്തേ? ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഈ കടപ്പ് കാണാ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്റായിലേ, എനിക്ക് സന്തോഷത്തോടെ മരിക്കണം അസ്റായിൽ, എനിക്ക് സമാധാനത്തോടെ മരിക്കണം അസ്റായിൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ അസ്റായിൽ? അല്ലാഹുവിന്റെ റസൂല് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് മുമ്പ്, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്കിലും അവന് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തൊന്ന് കരഞ്ഞാൽ അല്ലാഹ് അവന്റെ പാപം പുറത്തു കൊടുക്കും നബിയേ. കേൾക്കേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്ന മുഖത്തോടെ പറയുന്നു, അസ്റായിലേ, റൂഹ് പിടിച്ചോ അസ്റായിൽ, റൂഹ് പിടിച്ചോ അസ്റായിൽ. അസ്റായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. റസൂലുള്ള എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും കിടക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി വന്നിട്ട് പടച്ചവരെ തന്റെ ഭർത്താവിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി ഇങ്ങനെ മുക്കിയിട്ട് റസൂലുള്ളയുടെ നെറ്റിത്തടം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. കാരണം വേദന സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാന്റെ കണ്ണ് നിറയുന്നുണ്ട്, നെറ്റിത്തടം വിയർക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുക അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുക അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അസ്റായീൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരബിയേ, ചോര കുഞ്ഞുങ്ങളുടെ റൂഹ് പോലെ ഞാൻ എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. പക്ഷേ യാ റസൂലല്ലാഹ്, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. എനിക്കറിയില്ല നബിയേ, ഇതിനെക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല യാ റസൂലല്ലാഹ്. അസ്റായിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കിടന്ന് പുളയുകയാ. വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അല്ലാഹുവേ, 18 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സ്നേഹനിധിയായ ഭാര്യയോട് അവിടുന്ന് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. ദുആ ചെയ്യണേ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, പൊന്നുമോളെ, പ്രസവ വേദന അറിഞ്ഞവളല്ലേ നീ, പ്രസവ വേദന അറിഞ്ഞവളല്ലേ, അത് മരണവേദനയല്ലേ, അത് മരണവേദനയല്ലേ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ട് കിടന്ന് ഉരുളുകയാണ്. എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അല്ലാഹുവേ, അവസാനം ഇങ്ങനെ റൂഹ് പിടിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ എഴുന്നേറ്റിട്ട് തന്റെ ഭാര്യയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാ. 18 വയസ്സുള്ള ഭാര്യ ആയിഷ
ആയിഷ എന്ന 18 വയസ്സുള്ള പെണ്ണിന്റെ നെഞ്ചിലിങ്ങനെ റസൂലുള്ള ചാരിയിരിക്കുമ്പോ വീടിന്റെ കവാടത്തിൽ ഒരു സഹാബി കടന്നു വരുന്നു. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാ. റസൂലുള്ള ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. കാരണം കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്, കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. ആയിഷ ബീവിക്ക് മനസ്സിലായി റസൂലുള്ളാഹിക്ക് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പെങ്ങളെ, ഭർത്താവിന്റെ നോട്ടം പോലും ആ 18 വയസ്സുകാരിക്ക് മനസ്സിലായി. പെണ്ണ് മിസ്വാക്ക് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല, റസൂലുള്ളാഹിയുടെ കൈ ഉയരുന്നില്ല. സ്വന്തമായിട്ട് പല്ല് തേക്കാൻ പ്രവാചകന്റെ കൈ ഉയരുന്നില്ല. ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ മിസ്വാക്ക് എടുത്ത് പല്ലിൽ വെച്ച് ചവച്ചരച്ചിട്ട് ഉമ്മ തന്റെ കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ, ഉമ്മ തന്റെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിന്റെ തലയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് 18 വയസ്സുകാരി പല്ല് തേച്ച് കൊടുത്ത്. പിന്നീട് റസൂലുള്ളാഹിന്റെ പല്ല് തേക്കുകയാ. പല്ല് തേച്ച് കഴിഞ്ഞു, അരയുടെ ഭാഗത്ത് റൂഹ് വന്നു. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ മഹാനായ ഉസാമ റസൂലുള്ളാഹി തങ്ങളുടെ വളർത്തുമകനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാണ് ഉസാമ റളിയല്ലാഹു തആല അൻഹു. ആയിഷ ബീവിയുടെ നെഞ്ചിന് മരണത്തിന്റെ അവസാന സമയത്ത് ചാരിയിരിക്കുമ്പോ ഉസാമ എന്ന തന്റെ വളർത്തുമകൻ വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചലിക്കുകയാ. മിസ്വാക്ക് പിടിക്കാൻ പോലും ഉയരാത്ത കൈയുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ ഉയരുകയാണ്. രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്ത് പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ട് ആംഗ്യം കാണിക്കുന്നു. ഉസാമ, അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യൂ ഉസാമ. പടച്ചവൻ എന്നോട് കരുണ കാണിക്കാ, അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാ. പൊന്നുമോനെ, പൊന്നുമോനെ ഉസാമ, എനിക്ക് വേണ്ടി റബ്ബിനോടൊന്ന് ദുആ ചെയ്യാ. റസൂലുള്ളാഹി തങ്ങൾ പോലും പറഞ്ഞു പോയെങ്കിൽ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഇന്നത്തെ ദിവസം ഒരു വഖത്ത് പോലും നിസ്കരിക്കാത്തവരുണ്ടല്ലോ. ഇന്ന് രാത്രിയാദി മരിക്കുന്നതെങ്കില് മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ. ആദ്യമായിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവർ, ആദ്യത്തെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ ചില മയ്യത്തുകളെ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്തുകളുണ്ട്. റബ്ബേ, മരണവേദന സഹിക്കാൻ കഴിയാതെ, മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം പോലും നടത്തി പോകുന്ന മയ്യത്തുകളുണ്ടല്ലോ. അല്ലാഹുവേ, ചിന്തിക്കു ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി അസ്റായിൽ വരുന്നതെങ്കിൽ ഇന്ന് 5 പ്രാവശ്യം നിന്റെ അടുക്കൽ കുല്ലയൗമിൻ 5 മറ ഇന്ന് നിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടടാ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണേ അല്ലാ. ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണേ അല്ലാ. വെള്ളം കിട്ടാതെ മൃഗങ്ങളെ പോലെ കൈകാലുകളിട്ടടിച്ച് പടച്ചവരെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഒരു കാഫിറിനെ പോലെ മരിപ്പിക്കല്ലേ അല്ലാ. റബ്ബേ, മരണസമയത്ത് നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞുപോയി, ഇന്നലിൽ മൗതി ലസക്കറ. തന്റെ വളർത്തു മകനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മോനെ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യടാ, അല്ലാഹ് എന്നോടൊന്ന് കരുണ കാണിക്കാൻ.
റബ്ബനോടൊന്ന് കരുണ കാണിക്കാൻ ഈ വേദനയൊന്ന് കുറച്ചു തരാൻ ദുആ ചെയ്യടാ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നവർ, മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നവർ, അല്ലാ എനിക്കും ഇങ്ങനെ മരണം, എനിക്കും ഇവനെ പോലൊരു മരണം തരണേ എന്ന് ദുആ ചെയ്യണേ അല്ലാ. റബ്ബേ, അങ്ങനെയുള്ള മരണം തരണേ തമ്പുരാനെ. സംഘാടകർ ബക്കറ്റ് എടുത്തെടുത്തോ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഒരു നല്ല സദക്ക, ഒന്നും വേണ്ട. അല്ലാഹു എന്റെ മരണം നന്നാക്കി തരണം, എന്റെ മരണവേദന കുറച്ചു തരണം. ആരും എഴുന്നേറ്റ് പോകരുത്, പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു നല്ല സദക്ക മനസ്സറിഞ്ഞിട്ട് അല്ലാഹുവേ എനിക്കൊരു നല്ല മരണം, എന്റെ മരണവേദന കുറച്ചു തരണമെന്ന ഒറ്റ നിയത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സദഖ ആരെല്ലാം കൊടുക്കുന്നു അവർക്ക് നീ ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കെട്ടുന്ന മരണം തരണേ അല്ലാ. വെള്ളിയാടിച്ച രാവിലെ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയം സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് കാണാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റബ്ബേ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. പ്രസവ വേദന അറിഞ്ഞവളാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവേ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഒരുപാട് അപേക്ഷകൾ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാ. അവരുടെ ബന്ധുവല്ല, അവരുടെ കൂടപ്പറപ്പല്ല. പടച്ചവനെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി അല്ലാഹുവേ ഒരു ചെറിയ സദഖ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ. കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം ഖുർആനാ പറയുന്നത്, ഹദീസുകളല്ല പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? പടച്ചവനെ, റൂഹ് പിടിക്കുന്ന സമയത്ത് എങ്ങനാ റൂഹ് പിടിക്കുന്നതെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, മതാ നമ്മൾ കോഴി അറുക്കാറുണ്ട്, ആടിനെ അറുക്കാറുണ്ട്, പോത്തിനെ അറുക്കാറുണ്ട്. എല്ലാ വസ്തുക്കളും, എല്ലാ ജീവജാലങ്ങളും മനുഷ്യനൊടിച്ചിട്ട് ബാക്കി എല്ലാ ജീവജാലങ്ങളും മരിക്കുന്ന സമയത്ത് കയ്യും കാലും തലയും എടുത്ത് അടിച്ചിട്ടാണ് മരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ മരിക്കുമ്പോ കൈകാലുകളിട്ട് അടിക്കാറില്ല. ഈ മനുഷ്യൻ മരിക്കുകയാണെന്ന് കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നവന് പോലും അറിയാത്ത രീതിയിൽ മരിക്കുന്നവരുണ്ടല്ലോ. കൈകാലുകളെടുത്ത് അടിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, റൂഹ് പിടിക്കാൻ വരുന്നത് അസ്റായീൽ മാത്രമല്ല, അസ്റായീൽ മാത്രമല്ല, എന്റെ പ്രിയമുള്ളവരെ, 500 മലക്കുകളാണ് റൂഹ് പിടിക്കാൻ വരുന്നത്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ 500 മലക്കുകളാ. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വലതു ഭാഗത്ത് 280 മലക്കുകള്, ഇടതു ഭാഗത്ത് 280 മലക്കുകള്. അസ്റായീൽ തലയുടെ ഭാഗത്ത് കൈകാലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. നീ എത്ര അടിക്കണമെന്ന് വിചാരിച്ചാലും നിന്റെ കയ്യും കാലും പൊക്കി അടിക്കാൻ കഴിയില്ല. 500 മലക്കുകൾ നിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹുവേ, ഉളുഹിയ അറുക്കുന്ന സമയത്ത് പോത്തിന്റെ കാലും കയ്യും കെട്ടിയിട്ടിട്ട് റബ്ബേ, ആ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് പോലും അത് കൈകാലുകളിട്ട് അടിക്കുമെങ്കിൽ, തലയിട്ടടിക്കുമെങ്കിൽ, മനുഷ്യ 500 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിക്കണമെങ്കിൽ ആ മരണത്തിന്റെ വേദനയൊന്ന് സങ്കൽപ്പിക്കുവാ.
റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. അസ്റായില് തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി പൈസ ചോദിച്ചിട്ട് സമ്പത്ത് അല്ലാഹു തന്നിട്ട് വീടിനകത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ട് കൊടുക്കാത്തവര് ഇങ്ങനെ റൂഹ് പിടിക്കുന്ന സമയത്ത് നീ കിടന്ന് കരയുകയാണ്. നീ ചോദിക്കുന്നു, അസ്റായിലേ എനിക്കൊരു സെക്കൻഡ് തരുമോ അസ്റായിൽ, എനിക്കൊരു നിമിഷം തരുമോ അസ്റായിൽ. അസ്റായില് തലയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കും, എന്തിനാടാ കടന്ന് തെണ്ടുന്നത്? നിസ്കരിക്കാനാണോ? നോമ്പ് പിടിച്ച് നിസ്കരിക്കാനാണോ? ദിക്റുകൾ പറയാനാണോ? മാതാപിതാക്കളെ കാണാനാണോ? ഭാര്യയോട് പൊരുത്തം ചോദിക്കാനാണോ? എന്തിനാടാ ഇങ്ങനെ കിടന്ന് യാചിക്കുന്നത്? ആ സമയത്ത് പറയുന്ന അസ്റായീൽ, എന്റെ വാപ്പ വെറും കൈയോടെ പോയി, എന്റെ ഉമ്മയും വെറും കൈയോടെ പോയി, ഞാൻ കണ്ട ജനാസകൾ മുഴുവനും വെറും കൈയോടെയാണ് പോയത്. പക്ഷേ ഞാൻ എന്നിട്ടും പഠിച്ചില്ല അസ്റായീൽ, ഞാൻ എന്നിട്ടും പഠിച്ചില്ല അസ്റായീൽ. കൊട്ടാരം പോലെയുള്ള വീട് വിട്ടിട്ട് 6 അടി മണ്ണിനകത്ത് എത്രയോ പേരുടെ മയ്യത്ത് വെച്ചിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് മണ്ണ് വാരിയിട്ട അസ്റായീൽ. എന്നിട്ട് ഞാൻ ചിന്തിച്ചില്ല ഞാനും ഒരു ദിവസം ഇതുപോലെ പോകേണ്ടവനാണെന്ന്. എത്രയോ പേര് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി എന്റെ മുന്നിൽ എത്രയോ പേര് ചോദിച്ചു അസ്റായീൽ. അന്നൊന്നും ഞാൻ കൊടുത്തില്ല അസ്റായീൽ. അതുകൊണ്ട് അസ്റായീലേ, ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ട, 1 മിനിറ്റ് എനിക്ക് തരൂ. 1 രൂപയെങ്കിലും ഞാൻ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കട്ടെ അസ്റായീൽ. അസ്റായീൽ ചോദിക്കുകയാ, 30, 40, 50, 60 കൊല്ലവല്ല നിനക്ക് തന്നല്ല, നിനക്ക് തന്നില്ലായിരുന്നോ? അന്നൊന്നും നിനക്ക് കൊടുക്കാൻ മനസ്സില്ലായിരുന്നല്ലോ. എടാ നിനക്ക് അവസരമില്ലടാ, നിനക്ക് അവസരമില്ലടാ. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അനുഭവിക്കടാ, അനുഭവിക്കടാ, എടാ അനുഭവിക്കടാ എന്ന് അസ്റായീൽ നിന്റെ മുന്നിൽ കിടന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി റബ്ബേ 1 ഗ്രാമിന്റെ സ്വർണത്തിന്റെ പൈസയെങ്കിലും കൊടുത്താ അല്ലാഹ് നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. വേദന സഹിക്കാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. നീ കടന്ന് കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്? നിനക്ക് സഹിക്കുന്നില്ലേ? നിനക്ക് സഹിക്കുന്നില്ലേ? നിന്നെ കൊണ്ട് താങ്ങാ കഴിയുന്നില്ലേ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? പടച്ചവരെ, മരണവേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുന്ന സമയത്ത് അസ്റായീൽ നിന്നോട് ചോദിക്കുന്നു, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാടാ വിഷമിക്കുന്നത്? നിന്നെ കൊണ്ട് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ? എങ്കിലും നോക്കടാ, നോക്കടാ. വഅബ്സിറൂ ബിൽ ജന്നാ. ഇതാണടാ പടച്ചവന്റെ സ്വർഗം. നീ കൊടുത്ത സദഖയുടെ പ്രതിഫലം ഈ സ്വർഗമാണ്. ഈ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നോക്കുമ്പോര് മരണവേദന നിനക്കറിയില്ല, മരണവേദന നിനക്കറിയില്ല. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമല്ലേ ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാനല്ലേ? പെങ്ങളെ, മരിക്കുന്ന സമയത്ത് അസ്റായീൽ ഇങ്ങനെ
സ്വർഗം കാണിച്ചു തരുമ്പോ ആ സ്വർഗത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എണ്ണക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കുകയോ. മരണവേദന നീ അറിയുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ചെറുവട്ടൂര് പള്ളിയുടെ കബറസാൽ നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് നാളെ ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ചുകൂടി ആയിരക്കണക്കിന് ആൾക്കാർ പടച്ചവരെ ഇവിടത്തെ കബറസാൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടിവെച്ച് വരുന്നവൻ, ഇടഞ്ഞു വരുന്നവന്, നടന്നു വരുന്നവന്, കുഷ്ഠരോഗിയെ പോലെ വരുന്നവന്, കഴുതയുടെ രൂപത്തില് കടന്നു വരുന്നവര്, 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറവകളെ പോലെ പറക്കുകയാണ്. ഒരു വിഭാഗം കബറിനകത്ത് നിന്ന് എഴുന്നേക്കുന്നത് പറവകളെ പോലെ പറന്നുയരുകയാണ്. റബ്ബിന്റെ കോടതിയുടെ മുകളിലൂടെ പറവകളെ പോലെ പറക്കുകയോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത തലയുടെ മുകളിൽ സൂര്യദിച്ച് നിൽക്കുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടെ പറപ്പും കൂട്ടുകാരും കൂടെ നടന്നവരും കൂടെ കിടന്നവരും കയ്യും കാലും കണ്ണും തലച്ചോറും ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും എതിരാകുന്ന പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പച്ചപ്പറവുകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ വിഭാഗമാരെന്നറിയുവോ? അവര് പറക്കുകയോ, അവര് പറക്കുകയോ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുകളിലേക്ക് അവര് പറന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ, സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഖാസിനുൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ. ആ മലക്ക് ചോദിക്കുകയാണ്, നിങ്ങളാരാ, നിങ്ങളാരാ? പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു വരുന്ന നിങ്ങളാരാണ്? ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത്? നിങ്ങളെ നിന്റെ മക്കളുണ്ടാകില്ല, നിന്റെ വാപ്പയുണ്ടാകില്ല, നിന്റെ ഭർത്താവ് ഉണ്ടാകില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ആരാരും തിരിഞ്ഞു നോക്കാത്ത ദിവസം പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു പോകുന്ന വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ സുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഭാഗ്യവാരാട് പറവകളെ പോലെ പറക്കണ്ട വാപ്പാ. കോടികൾ സമ്പാദിച്ചു വെച്ചിട്ട് നിനക്കെന്ത് കിട്ടാരോ? എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിനക്കറിയാമല്ലോ, നിനക്കറിയാമല്ലോ നിന്റെ മക്കളെ നീ വളർത്തിയത് എങ്ങനെയാണ്. ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടതിന്റെ വേദന നിനക്കറിയുമല്ലോ, അതിന്റെ പ്രയാസം നിനക്കറിയുമല്ലോ. 2 പരലോകത്ത് കൂടെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലെത്തുകയാ. 3 പെങ്ങളെ വലക്കാ നളറതം വസുറൂറാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, പടച്ചവന്റെ സ്വർഗത്തിലൊരു വിഭാഗമുണ്ട്. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവിനെ കാണുന്നവരോ, അവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവിനെ കാണുന്നവരോ, രാവിലെയും വൈകിട്ടും അല്ലാഹുവിനെ കാണുന്നവരോ, പ്രബോധത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. കാണണ്ടേ പെങ്ങളെ,
അള്ളാനെ കാണണ്ടേ മോളെ, അള്ളാനെ നിന്റെ കണ്ണുകൊണ്ട് കാണണ്ടേ പെങ്ങള്. എന്റെ പ്രിയമുള്ളവരെ നിർത്തുകയാ, ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. പെങ്ങളെ, ഒരു പെണ്ണിന്റെ വേദന നിനക്കറിയാ, ഒരു പെണ്ണിന്റെ വേദന എന്താണെന്ന് നിനക്കറിയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, കൊടുക്കുമോള് സ്വർഗം വേണ്ടേ പെങ്ങളെ, സ്വർഗം വേണ്ടേ പെങ്ങളെ. നിന്റെ ഉമ്മ എന്തുകൊണ്ട് പോയി പൊന്നുമോള്, നിന്റെ വാപ്പ എന്തുകൊണ്ട് പോയി പൊന്നുമോള്. ആര് പോയാലും ഒന്നും കൊണ്ടുപോകില്ല, പക്ഷേ നീ വെറും കയ്യോടെ പോകല്ലേ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ഉയർത്തുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകണ്ടേ പൊന്നു പെങ്ങള്. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് എന്റെ പ്രിയമുള്ളവരെ സ്വർഗമാ വലുത്, സ്വർഗമാ വലുത്. പണമല്ല വലുത്, പണമല്ല വലുത്, റബ്ബിന്റെ സ്വർഗമാ വലുത്, സ്വർഗമാ വലുത്. കോടികൾ കൊടുത്താ കിട്ടൂല വാപ്പാ, കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാ കിട്ടൂല പെങ്ങള്. എന്റെ പെങ്ങളെ, സ്വർണ്ണമിടാത്തവര് പെണ്ണ് പോലുമില്ല, സ്വർണ്ണമിടാത്തവര് പെണ്ണ് പോലുമില്ല. എന്റെ പൊന്നുമോളെ, എന്റെ ഉമ്മ, ഇനി നീ സ്വർണ്ണമിട്ടിട്ട് നിനക്കെന്ത് കിട്ടാരാ? എപ്പോഴാണ് മരണം വരുന്നതെന്ന് കാത്തിരിക്കുന്ന നിനക്കെന്തിനാ സ്വർഗം? നിനക്ക് സ്വർഗം കാണണ്ട് പെങ്ങളെ. 50 വർഷത്തെ പാപം പുറത്തു തരുന്ന ചെറിയ സൂറത്തോതിയിട്ട് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയുകയാ പൊന്നുമോളെ. കൊടുത്തുകൂടെ പെങ്ങളെ, കൊടുത്തുകൂടെ പെങ്ങളെ. ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നിന്നെ കാരണം ഒരു ജീവിതമുണ്ടാകട്ടെ. എന്റെ പ്രിയമുള്ളവരോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മാലിക്കായ അല്ലാഹ്, മുലൂകായ അല്ലാഹ്, രക്ഷാധികാരിയായ അല്ലാഹ്, സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല തമ്പുരാര്. അല്ലാഹുവേ, ഇരിക്കുന്ന ആയിരക്കണക്കിന് അടിമകളിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ. കൊടുക്കാനുള്ള മനസ്സ് ഇവരിൽ നീ നൽകണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. മൂന്ന് പ്രതിഫലം. ഒന്ന്, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കും. 2, പരലോകത്ത് കൂടെ പറന്ന് സ്വർഗത്തിൽ പോകും. 3, അള്ളാഹുവിനെ രാവിലെയും വൈകിട്ടും കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ.